ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് മുന്തിരി മുറബ്ബ. അപ്പോൾ നമ്മൾ അതിനായിട്ട് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ നമ്മൾ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് ഞാനിത് മുറിച്ചിടുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നടുക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പുളിയുള്ള മുന്തിരി ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മുറിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതാ കണ്ടില്ലേ, മുന്തിരിയൊക്കെ നന്നായിട്ട് മുന്തിരിൻ്റെ തോലൊക്കെ അങ്ങ് പൊളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് നമ്മൾ ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ കുപ്പിയിൽ ആക്കി നമുക്കിത് സൂക്ഷിക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പിയാണ് കേട്ടോ. നല്ല മധുരമുള്ള റെസിപ്പിയാണല്ലോ. അതുപോലെ നമുക്കിത് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസത്തിലധികം നിൽക്കുകയും ചെയ്യും. അല്ലാതെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചയിലധികം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ മുന്തിരിക്ക് ഒരുപാട് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും താങ്ക് യു.